26 വർഷം മുൻപ് വ്യവസായി വിജയ് മല്യ ആദ്യമായി സ്വർണം പാകിയ ദ്വാരപാലക ശില്പ തകിടുകൾ കാണാനില്ലെന്ന സംശയവും ബലപ്പെടുകയാണ്. 2019-ൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയ 14 തകിടുകളും ചെമ്പിലുള്ളതാണെന്ന ദേവസ്വം രേഖകൾ റിപ്പോർട്ടെന്ന് കിട്ടി. എന്നാൽ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്ന് ശില്പിയായ മഹേഷ് പണിക്കർ പറയുന്നു. 2019-ൽ ഏതാണ്ട് 30 കിലോ സ്വർണം കൊണ്ടാണ് ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയടക്കം വിജയ് മല്യ സ്വർണം പതിപ്പിച്ചത്. അന്നവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങൾക്ക് മേലെ പാളികളിൽ പരമ്പരാഗത രീതിയിലാണ് സ്വർണം പൂശിയത്. ഇതിൽ എത്ര സ്വർണം എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതിന് രേഖകളില്ല. അതേസമയം 20 വർഷം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് വീണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ പാളികളിൽ ഒരു തരി സ്വർണം പോലും ഇല്ലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്ന് ശില്പിയായ മഹേഷ് പണിക്കർ പറയുന്നു. അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ബോധപൂർവം ഈ ഒരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ്. ആ രൂപങ്ങളല്ല തിരികെ വന്നിരിക്കുന്നത്, വേറെ ഒരെണ്ണമാണ്, അത് ഉറപ്പാണ്. സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പറയാനുള്ളതും മറ്റൊന്നല്ല. ചെമ്പ് ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ ക്ലാഡ് ചെയ്യുകയോ ചെയ്ത ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയ സ്വർണം എവിടെ? ശബരിമലയിൽ നിന്ന് 2019-ൽ പുറത്തേക്ക് കൊണ്ടുപോയത് പഴയ പാളികളല്ലേ? എന്നാൽ എല്ലാം ഉദ്യോഗസ്ഥരിൽ ചാരുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എത്ര സിമന്റ് ചേർത്ത് എത്ര കമ്പി ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുന്ന ജോലിയല്ലല്ലോ ദേവസ്വം ബോർഡിനുള്ളത്. എ പത്മകുമാർ മാത്രമല്ല, 1999 മുതലുള്ള ദേവസ്വം ചുമതലക്കാർക്കും അങ്ങനെ പറഞ്ഞൊഴിയാവുന്നതല്ല ഈ സ്വർണം പാകിയ തകിടുകളുടെ തിരോധാനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.